അജി, ഇതൊരു പ്രകോപനപരമായ തീരുമാനമല്ല, മറിച്ച് ഇന്നലെ തന്നെ ഇറാന്റെ ആക്രമണം അൽ ഉദൈദ് ബേസിന് നേരെ, അമേരിക്കൻ ബേസിന് നേരെ ഉണ്ടായതിന് പിന്നാലെ തന്നെ ഖത്തറിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ നടപടിയെ, ഇറാന്റെ നടപടിയെ ശക്തമായ രീതിയിൽ അപലപിച്ചിരുന്നു. മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും ഖത്തർ അറിയിച്ചിരുന്നു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ആ സമയത്ത് തന്നെ അറിയിച്ചിരുന്നതാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തി ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ നടപടി, ഖത്തറിന്റെ വ്യോമ മേഖല കടന്നുള്ള ഈ ആക്രമണം, അത് പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ ഖത്തർ അറിയിച്ചിരിക്കുന്നത്. അതിലുള്ള പ്രതിഷേധമാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യം UN സെക്യൂരിറ്റി കൗൺസിലിലും അതോടൊപ്പം തന്നെ UN സെക്രട്ടറി ജനറലിനും കത്തയച്ചുകൊണ്ടും ഖത്തറിന്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഖത്തറിനെതിരെ ഉണ്ടായത് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള, ഖത്തറിന്റെ പരമാധികാരത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള തരത്തിൽ അത് UN-നെയും അതോടൊപ്പം തന്നെ UN സെക്രട്ടറി ജനറലിനെ കൂടെ അറിയിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഖത്തർ നടത്തിയിരിക്കുന്നത്. ഖത്തർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൈനിക രീതിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്കോ അല്ല ഖത്തർ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു ആക്രമണത്തെ കൃത്യമായി UN-ന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള, അതിന്റെ നയതന്ത്രപരമായ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ വ്യാപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയല്ല. മാത്രമല്ല, നേരത്തെ തന്നെ ഇറാൻ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ അറിയിച്ചൊരു കാര്യം, ഈ ആക്രമണം നടത്തിയത് ഖത്തറിനെതിരെയോ അല്ലെങ്കിൽ ഖത്തറിലെ ജനങ്ങൾക്കെതിരെയോ അല്ല, അമേരിക്കക്കെതിരെയാണ്, അമേരിക്കയുടെ ധാർഷ്ട്യത്തിനെതിരെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അമേരിക്കൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിന്റെ അധികാര പരിധിക്കുള്ളിലാണ്, ഖത്തറിന്റെ ടെറിറ്ററിയിലാണ്. ഖത്തറിന്റെ വ്യോമ മേഖല മറികടന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ആ ആക്രമണത്തിലുള്ള ഒരു പ്രതിഷേധം, ഖത്തറിന്റെ വ്യോമ മേഖല മറികടന്ന് അത് ലംഘിച്ചതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അംബാസഡറെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്ര നടപടിയിലേക്ക്. അതൊരു സ്വാഭാവികമായി ഇത്തരം അതിർത്തികൾ മറികടക്കുമ്പോഴുണ്ടാവുന്ന സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അതിന്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, ആക്രമണത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഇറാൻ നടത്തിയത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള വളരെ ശക്തി കുറഞ്ഞ ഒരു ആക്രമണമാണ് എന്നുള്ളത്. ആ തരത്തിൽ ഒരു ആക്രമണം നടത്തിയതിന് ഇറാന് ട്രംപ് നന്ദി പറയുന്ന രീതിയിലേക്ക് വരെ ആ തരത്തിലായിരുന്നു ഒരു പ്രതികരണം വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സംഘർഷം വ്യാപിപ്പിക്കുന്ന ഒരു നടപടിയല്ല, മറിച്ച് ഒരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. അജി.